സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീപക്ഷ പ്രഖ്യാപനമാണ് UDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര. നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഈ പ്രിയദർശിനി ബസ് യാത്രയ്ക്ക് ഡബിൾ ബെല്ലടിക്കും. അതോടുകൂടി സൗജന്യ യാത്ര ആരംഭിക്കും. UDF തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു സംസ്ഥാനത്തെ എല്ലാ ബസ് സർവീസുകളിലും KSRTCയുടെ എല്ലാ സർവീസുകളിലും സൗജന്യ യാത്ര എന്നുള്ളത്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അത് എല്ലാ സർവീസുകളിലും ആദ്യഘട്ടത്തിലില്ല, പകരം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല, ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്രയ്ക്കുള്ള അവസരമുണ്ട്. ഇപ്പോൾ തന്നെ ഞാനുള്ളത് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട ഡിപ്പോയിലാണ്. ഇവിടെ ഇതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന ഈ ബസ്സുകളിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കും. ആ സ്റ്റിക്കറും അതുപോലെ തന്നെ പെയിന്റ് കൊണ്ട് എഴുതിയ ബസ്സുകളും ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ ചിലതിലൊക്കെ പെയിന്റിംഗ് ആണ് വരുന്നത്. മറ്റ് ഇടങ്ങളിൽ അവിടെ സ്റ്റിക്കറുകൾ പതിക്കും. ആ സ്റ്റിക്കറുകൾ പതിച്ച ബസ്സുകളാകും ഇവിടെ ഈ കിഴക്കേക്കോട്ട ഡിപ്പോയിൽ 31 ബസ്സുകളാണ് അത്തരത്തിൽ ഉള്ളത്. ആ ബസ്സുകളിലാകും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ആദ്യഘട്ടം. ഇത് പദ്ധതി വിജയിച്ചാൽ, അല്ലെങ്കിൽ KSRTC സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ, ഈ ചിലവുകൾ ഏറ്റെടുക്കാനുള്ള കഴിവ് KSRTCക്ക് വന്നാൽ ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. തിരുവനന്തപുരം ഡിപ്പോയിൽ ഈ 31 ബസ്സുകൾ മാത്രമെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ 3125 ബസ്സുകളാണ് ഇത്തരത്തിൽ ഓർഡിനറി ബസ്സുകളാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 687 ബസ്സും കൊല്ലത്ത് 415 ബസ്സും പത്തനംതിട്ടയിൽ 150 ബസ്സുകളുമുണ്ട്. ആലപ്പുഴ 227 ഉണ്ട്. കോട്ടയത്ത് 162 കണക്ക്. മലബാറിൽ ബസ്സുകളുടെ എണ്ണം കുറവാണ്. മലപ്പുറത്ത് 98 ബസ്സുകൾ മാത്രമാണുള്ളത്. കോഴിക്കോട് അത് 156 വയനാട് 172 ആണ്. കണ്ണൂരിൽ 205 കാസർഗോഡ് 128 ബസ്സുകളുണ്ട്. മലബാർ മേഖലയിൽ പൊതുവിൽ ഓർഡിനറി ബസ്സുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ബസ്സുകളിൽ ആ ജില്ലകളിൽ ഈ സ്ത്രീ യാത്രക്കാർക്ക് വിചാരിക്കുന്ന ഗുണം ലഭിക്കില്ല എന്ന വിലയിരുത്തലുകളുണ്ട്. അത് പരിഹരിക്കുമെന്ന് സർക്കാർ ഇതിനകം പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും വിപ്ലവകരമായ തീരുമാനം എന്ന് തന്നെ വിശേഷിപ്പിക്കണം. പൂർണ്ണമായും സൗജന്യം എന്നുള്ളതായിരുന്നു UDFിൻ്റെ വാഗ്ദാനമെങ്കിലും അതിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല. പക്ഷേ സൗജന്യ യാത്ര ഉണ്ടാകും. ഇവിടെ ഈ ഇത്തരം ഈ ഇലക്ട്രിക് ബസ്സുകളിൽ പോലും ഈ സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകളിലും ഈ സൗജന്യ യാത്രയ്ക്കായി വിട്ടുകൊടുക്കുന്നതിന് മനസ്സിലാക്കാൻ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന ഈ ബസ്സുകളിലും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബസ്സുകളും അത്തരത്തിൽ സൗജന്യ യാത്രയ്ക്ക് വിട്ടുകൊടുക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ബസ് നാളെ മുഖ്യമന്ത്രി മറ്റ് സഞ്ചരിക്കുന്ന ബസ് ഓടിക്കുന്നതും ഒരു സ്ത്രീയാണ്. അവർ KSRTCയുടെ ആദ്യ വനിതാ ഡ്രൈവറാണ്. അവരാണ് ഈ ബസ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനം ഓടിക്കുന്നത്. നാളെ ഉദ്ഘാടനത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന വാഹനം ഓടിക്കുന്നത്. ഏതായാലും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ ഒരു സൗജന്യമുണ്ട്. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ ഒന്നും യാത്രയ്ക്ക് ആവശ്യമില്ലാന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാത്രയ്ക്കിടെ കണ്ടക്ടറിൽ നിന്ന് ഇലക്ട്രോണിക് മെഷീൻ വഴി 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റ്, 0 ടിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത്, പ്രിയദർശിനി ടിക്കറ്റ് കണ്ടക്ടറിൽ നിന്ന് വാങ്ങണം. അതിൻ്റെ മാതൃകകളുമൊക്കെ ഇതിനകം തയ്യാറായിട്ടുണ്ട്. 0 ടിക്കറ്റിൻ്റെ മാതൃകകളും ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ ടിക്കറ്റ് കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങും. ഇവിടെ ഈ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലുണ്ട്. അത് KSRTC തിരുവനന്തപുരം ടെസ്റ്റ് ചെയ്ത് പ്രിയദർശിനി ബസ്സിലെ സൗജന്യ ടിക്കറ്റാണ്, 0 ടിക്കറ്റാണ്. 0 എന്ന വാല്യൂ 0 എന്ന വാല്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 0 എന്ന, അതായത് ടിക്കറ്റിൽ 0, സാധാരണ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ എത്രയാണോ അതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ്, അത് ഇവിടെ ചാർജ് 0 ആണ്. സ്ത്രീകൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ 1 രൂപ പോലും കൊടുക്കേണ്ട. അതുകൊണ്ടാണ് ടിക്കറ്റിന് ഈ 0 എന്ന വാല്യൂ. ഇത് നെടുങ്കുളം കല്ലറ ചെയ്ത ഒരു സൗജന്യ ടിക്കറ്റാണ്. 0 എന്ന വാല്യൂ, ഈ ടിക്കറ്റാണ് സ്ത്രീകൾക്ക് നൽകുക. ഈ ടിക്കറ്റ് എടുത്ത് അവർക്ക് യാത്ര ചെയ്യാം. പണം കൊടുക്കാതെ ടിക്കറ്റ് കിട്ടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ടിക്കറ്റ് മെഷീൻ വഴി, ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴിയാണ് 0 മൂല്യമുള്ള ഈ ടിക്കറ്റ് നൽകുക. ഇത് വെച്ചുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാം. ഒരു ദിവസം എത്ര യാത്ര ചെയ്യുന്ന കണക്കൊന്നുമില്ല. സ്ത്രീകൾക്ക് ആവശ്യത്തിന് യാത്ര ചെയ്യാം. ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ യാത്ര ചെയ്യാം. ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് എന്നുള്ളത് മാത്രം ഇതിൻ്റെ ഒരു പരിമിതി. ഈ നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ഞാൻ സൂചിപ്പിച്ച പോലെ ആദ്യ വനിതാ ഡ്രൈവറാണ് ഈ ബസ് നാളെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് ഓടിക്കുക. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിപ്ലവകരമായ ഒരു തീരുമാനം UDF സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടി നടപ്പാക്കുന്നു. തുടർന്നും ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകളിൽ, എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര എന്നുള്ളതായിരുന്നു UDFിൻ്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിലേക്കും വൈകാതെ പോകുമെന്ന് തന്നെ കരുതാം. KSRTC വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തും അതിനുള്ള സഹായങ്ങൾ ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ 1500 കോടിയോളം രൂപ സർക്കാർ ഇപ്പോൾ തന്നെ KSRTCക്ക് എല്ലാ വർഷവും നൽകുന്നുണ്ട്. അതിനൊപ്പം ഈ ടിക്കറ്റ് ചിലവാകുന്ന യാത്ര ചിലവാകുന്ന പണം കൂടി സർക്കാർ നൽകുകയാണ്. പിന്നീട് KSRTC സ്വയം
പര്യാപ്തതയിലേക്ക് എത്താനാണ് സർക്കാർ നിർദ്ദേശം. ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടി UDF-ന്റെ ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗികമായി നടപ്പാക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ സൗജന്യ യാത്രയ്ക്ക്, പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് തുടക്കമാകും. അരുൺ എമ്മിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.